ഇവിടെ പട്ടികളുടെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. മദ്രസ വിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ പട്ടി ഓടിച്ചിടലൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി കേട്ടോ. എന്നാലും പട്ടീനെ ഓടിക്കാനുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ മദ്രസ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനല്ലെങ്കിൽ ഉമ്മ എന്തായാലും നെതാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോട്ടോ. കുറച്ചായിട്ട് നെത ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരലാണ് പതിവ്. ഇപ്പം അത് മാറിയിട്ട് പിന്നെ വിളിക്കാൻ വേണ്ടി പോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ സഹറ ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ വിളിക്കാൻ വേണ്ടി പോവാമെന്ന് വിചാരിച്ചു. കൂട്ടുകാർ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ വിളിക്കാൻ പോകുന്നത് നെതാക്ക് ഒരു സന്തോഷമാണ് കേട്ടോ. ആദ്യമെല്ലാം ഈ വഴി കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഇതാകുമ്പോൾ കുറച്ച് കൂടുതൽ നടക്കാനുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ പോണ വഴിയിലെ വീട്ടിലെത്ത പറഞ്ഞത്, മോൾ ഇതിൽ പോയാൽ മതി, എന്തിനാണ് അതിൽ കറങ്ങി പോണേന്ന് പറയണത് കേട്ടോ. അങ്ങനെ അപ്പോൾ തൊട്ട് ഞാനിതേ ഒരേ വീടുകളിൽ ഫ്രണ്ട് സൈഡിൽ കൂടെയും ബാക്ക് സൈഡിൽ കൂടെ എല്ലാം ഇതുപോലെ നടന്നാണ് കേട്ടോ നെതാനെ വിളിക്കാൻ പോകാറ്. മദർസ വിടാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ 11:29 ഇപ്പം കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. ആദ്യമില്ല ഞാൻ ഇവിടെ നിൽക്കുള്ളൂ എടുത്ത്. അപ്പം നെത മദർസ വിട്ട് ഓടി വരും. ഇപ്പോൾ ഒരു ഓട്ട് പോകുന്ന കണ്ടില്ലേ, അവിടെ ആയിട്ടാണ് കേട്ടോ മദർസ. ഞാൻ ഇവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എന്തായാലും ഫ്രണ്ടിൽ തന്നെ പോയി നിൽക്കാം, ആദ്യം ആരാണ് മദർസ വിട്ട് ഇറങ്ങി വന്നിന്ന് നമുക്ക് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ മദർസ വിട്ടിട്ടില്ല, പ്രയറിൻ്റെ ടൈമാണ് കേട്ടോ. ഒരുപാട് പാരൻസ് കുട്ടികളെ വിളിക്കാനായിട്ട് അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. നെതാപ്പ് ഇപ്പോൾ 1ാം ക്ലാസ്സിലായതുകൊണ്ട് മദ്രസയുടെ ക്ലാസ് മേളിലാണ് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേനും അര ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഇതേ 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് ഇതേ നെതിയും കൂട്ടുകാരെയും കൂടി ഇറങ്ങി വരുന്നുണ്ട്. നെതാക്ക് എന്നെ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ പറഞ്ഞ് ഞാൻ ഓട്ടോയിൽ പോയിക്കോളാമെന്ന് പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നടന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടി നടക്കുകയാണ് കേട്ടോ. മദ്രസ എത്തി വീട് എത്താറാകുമ്പോഴത്തേനും ബാഗ് എൻ്റെ കയ്യിൽ തന്നിട്ട് തട്ടന് ഊടിയിട്ട് തട്ടനും കറക്കി റോട്ടിക്കൂടെ ഒരു ഒറ്റ ഓട്ടം കൊടുക്കലാണ് കേട്ടോ. നെതാടെ പതിവ്. വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എണീറ്റിട്ടുണ്ടാവുക എന്നോർത്ത് ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് കയറുന്നത്. കണ്ടില്ലേ വീട് എത്താറായപ്പോൾ